ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏതൊരാളുടെയും ഏറ്റവും വലിയ ജീവിതാഭിലാഷമാണ് വീട് എന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇസ്മായിൽ CK, സെറീന ഇസ്മായിൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള അതിമനോഹരമായ ഒരു വീടാണ്. ഇത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കഷ്ടിച്ച് 8 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയുടെ ഭരണസിരാകേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ ദൂരത്തിലാണ് കണ്ണാടി വെളിച്ചം എന്ന ചെറുഗ്രാമം. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കാവിൻമൂല റോഡിലേക്ക് ഏകദേശം 500 മീറ്റർ ദൂരം യാത്ര ചെയ്യണം. കണ്ണൂർ ജില്ലയുടെ ലാൻഡ്മാർക്കുകളിലൊന്നായ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാത്രം. അഞ്ചരക്കണ്ടി, ചക്കരക്കൽ, ചാലോട് എന്നീ പ്രധാന പട്ടണങ്ങൾ ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൂന്നാമത്തെ വീടാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ശുദ്ധ ജലത്തിനും ശുദ്ധമായ വായുവിനും മനുഷ്യൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ വൃക്ഷങ്ങൾ ഇവിടെ ധാരാളമായി വളരുന്നതിനാൽ രണ്ടിനും ഇവിടെ യാതൊരു പഞ്ഞവുമില്ല. മറ്റു വീടുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി മുൻവശത്ത് 3 ഗേറ്റുകൾ ഉണ്ട്. കായിക പ്രേമികൾക്കായി ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ, പിക്കിൾ ബോൾ തുടങ്ങിയ കളികൾക്കായി ഉപയോഗിക്കുന്ന ഒരു കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പോലും കളിസ്ഥലം ഉപയോഗിക്കുന്ന തരത്തിൽ വലിയ ലൈറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ സ്ഥലം പാർക്കിംഗ് ഗ്രൗണ്ടായും ഉപയോഗിക്കാം. മോർണിംഗ് വാക്കിനു കൂടി ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ജീവിതശൈലീ രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് വീടുകളിലും ഇതുപോലുള്ള സജ്ജീകരണങ്ങൾ അനിവാര്യമാണ്. കളികൾക്ക് ശേഷം ഉപയോഗിക്കുന്നതിന് വേണ്ടി വിശാലമായ ഷവറോട് കൂടിയ ഒരു വലിയ ബാത്റൂം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയിലൂടെ വരുന്ന വെള്ളം ശേഖരിക്കാനുള്ള ടാങ്കാണ് ഇവിടെ കാണുന്നത്. മുറ്റം മുഴുവനായിട്ട് സിമെന്റ് കട്ട പാകിയിട്ടുണ്ട്. ചുറ്റുമായി ധാരാളം മരങ്ങളും അതുപോലെ മുള പോലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു വൈബാണ്. സാധാരണ നമ്മൾ വീടുകളിൽ ഇങ്ങനെ കാണാറില്ല. റിസോർട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു പ്രതീതിയാണ് ഇത് നമുക്ക് തരുന്നത്. ഇവിടെ വന്നു കയറുന്ന ഏതൊരാൾക്കും നല്ല തണുത്ത അന്തരീക്ഷമാണ് അനുഭവപ്പെടുക. ഇതിന് കാരണം ധാരാളം മരങ്ങളാണ്. 1-2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ കൊള്ളാതെ കാറുകൾ നമുക്ക് ഈ വടക്ക് വശത്തേക്കുള്ള ഏരിയയിലേക്ക് നമുക്ക് മാറ്റിയിടാൻ പറ്റും. മേലെ ഇത് ഷീറ്റ് പാകി മഴയിൽ നിന്നുള്ള സംരക്ഷണം കൂടി ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം ശേഖരിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. മനോഹരമായ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് തൂണുകളുണ്ട്. ഈ തൂണുകൾക്ക് മധ്യത്തിലൂടെയാണ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കടക്കേണ്ടത്. ഈ കടക്കുന്നിടത്ത് 2 വശങ്ങളിലായി മനോഹരമായ 2 ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അലൂമിനിയം അടിസ്ഥാനമാക്കിയുള്ള പർഗോള അപൂർവം വീടുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ കാറും ബൈക്കും പാർക്ക് ചെയ്യാം. ട്രാഫിക് സുഗമമാക്കുന്നതിന് എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ട്. ഫ്ലോറിങ്ങിന് മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള കട്നി മാർബിളാണ്. ഗ്രാനൈറ്റിന്റെയും ഈ മാർബിളിന്റെയും ഇളം പച്ച നിറവും വെള്ളയൊക്കെ ചേർന്നുള്ള ഈ കോമ്പിനേഷൻ അത് നല്ല ഒരു വൈബാണ് ഇവിടെ നൽകുന്നത്. വീടിന് തൊട്ട് മുന്നിൽ ശീമപ്ലാവ് ഉണ്ട്. അത് മുറ്റത്ത് നല്ല തണലും തണുപ്പും നൽകുന്നുണ്ട്. ചന്ദനത്തിന്റെ ഇലകൾ പോലെയുള്ള ഒരു പ്രത്യേക ചെടി. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല ചുവപ്പ് നിറാണ് ഇലകൾ. ഇത് നമ്മൾ പിൻവശത്ത് കണ്ട പോലെ വലിയ മുളകളല്ല, വളരെ നേരിയ തണ്ടുകളോട് കൂടിയുള്ള ചെറിയ മുളകളാണ്. നമ്മൾ വീടിന്റെ പുറം കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ഉള്ളിലേക്ക് പോകാം. എല്ലാ വാതിലുകളും ജനലുകളും കസ്റ്റം നിർമ്മിത തേക്ക് തടിയിലാണ്.
ഈ തടിയുടെ ഗുണമേന്മയും ശില്പസൗന്ദര്യവും ഇന്റീരിയർ ഡെക്കറേഷനിലും നിലനിർത്തിയിട്ടുണ്ട്. താഴത്തെ നിലകൾ പൂർണ്ണമായും തണുപ്പിക്കുന്നതിന് സ്പ്ലിറ്റ് എസികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ലിവിംഗ് റൂം, ഫാമിലി റൂം, ഡൈനിങ് ഏരിയ എന്നിവയെല്ലാം ഓപ്പൺ കൺസെപ്റ്റ് ലേഔട്ടിലാണ്. ഇവിടെ 5 ടൺ സ്പ്ലിറ്റ് എസിയാണ് ശീതീകരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് വലിയ കൂട്ടായ്മകളിൽ പോലും സുഖകരമായ വായുസഞ്ചാരം ഉറപ്പാക്കുന്നു. കട്നി മാർബിൾ ഫ്ലോറിന് പരവതാനിയുടെ കുലീനത നൽകുന്നുണ്ട്. പ്രധാന അടുക്കളയായി ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വിനോദത്തിനായി ഫാമിലി റൂം ആക്കി മാറ്റിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു ചെറിയ ന്യൂ ജനറേഷൻ അടുക്കള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുക്കളയ്ക്ക് പുറത്ത് ഒരു ചെറിയ ബാർബിക്യൂ അടുക്കള ഏരിയ കാണാം. സിറ്റിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഇവിടേക്ക് കടക്കാനുള്ള സ്ഥലത്ത് നല്ല തേക്കിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു കമാനം നമുക്ക് കാണാൻ പറ്റും. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, അങ്ങനെ ആകെ 4 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാ ഒന്നാമത്തെ ബെഡ്റൂമിൽ നമുക്കൊന്ന് കയറാം. ഇപ്പോൾ ഇവിടെ 2 ബെഡാണ് ഉള്ളത്, 2 കോട്ടും 2 ബെഡും. അപ്പോൾ ഇതിൽ പ്രായമുള്ളവർക്കൊക്കെ പിന്നെ ഇവിടെ കിടക്കുന്ന സമയത്ത് അവരതിൻ്റെ സഹായികളോ അങ്ങനെ ആർക്കും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ കിടക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നല്ല ഒരു സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ബെഡ്റൂമും ഇതിനോട് ചേർന്ന് ആധുനികമായി നിർമ്മിച്ച സ്വകാര്യ വാഷ്റൂമുണ്ട്. ടോയ്ലറ്റിന് തൊട്ടിപ്പുറത്തായിട്ട് നല്ലൊരു ഡ്രസ്സിംഗ് റൂം. പ്രധാന ബെഡ്റൂം അതിഥികൾ ഉപയോഗിക്കുമ്പോൾ പോലും ഇത് വസ്ത്രം മാറാനുള്ള സൗകര്യം നൽകുന്നു. ബഹുമുഖ ഉപയോഗങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ സ്വകാര്യ ഇടം പ്രാർത്ഥനാമുറിയായോ സുരക്ഷിതമായി സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമായോ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബെഡ്റൂം, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല വലിയ കോട്ടാണ്, കട്ടിലാണ്. ഇത് കേട്ടോ, ബെഡൊക്കെ നല്ല സോഫ്റ്റ് ആണ്. വാഷ്റൂമാണിത്. അപ്പൊ ഇത് ഒന്നുകൂടി സ്പേഷ്യസ് ആണ്, നല്ല സൗകര്യമുണ്ട്. ഇതുകൊണ്ട് അത്രത്തോളം വിസ്തൃതിയിലാണ് ഈ ടോയ്ലറ്റ് പണിതിരിക്കുന്നത്. ഡൈനിങ് ഏരിയക്ക് തൊട്ടടുത്തായി കോമൺ വാഷ്റൂമും തേക്ക് കൊണ്ട് നിർമ്മിച്ച കബോർഡുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോവാം. തേക്കിൽ നിർമ്മിച്ച സ്റ്റെയർ കേസിന്റെ അതിസുന്ദരമായ ഹാൻഡ് റെയിലാണ് ഈ കാണുന്നത്. അപ്പൊ ഈ കട്നി മാർബിളും ഇതും കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നിലാവെളിച്ചത്തിന്റെ ശോഭ നൽകുന്ന പ്രൊഫൈൽ ലാമ്പുകൾ സെൻട്രൽ ഹാളിന് ഒരു രാജകീയ പ്രൗഢി നൽകുന്നുണ്ട്. സ്റ്റെയർകേസ് ഏരിയയിലെ വലിയ ജനാല ഇവിടേക്ക് നല്ല സൂര്യപ്രകാശവും വായുസഞ്ചാരവും പ്രദാനം ചെയ്യുന്നു. അസ്തമയ സൂര്യന്റെ കടും ചുവപ്പ് നമുക്ക് നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വനത്തിന്റെ അതേ ഒരു മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ടുപുറകിൽ ഒരു വശത്തായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ച ഒരു സ്റ്റെയർ കേസ് നമുക്ക് ഇവിടെ കാണാം. ഈ സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറി ചെന്നാൽ 1000 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കുകളുണ്ട്. അത് ഒരു ടാങ്കിൽ വരുന്ന വെള്ളം ബോർവെൽ നിന്നാണ്, മറ്റേ ടാങ്കിൽ നിറയുന്ന വെള്ളം സാധാരണ കിണറിൽ നിന്നാണ്. അതുപോലെ അതിന് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 5 kVA സോളാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ വീട്ടിന് ആവശ്യമായ കറണ്ട് മുഴുവൻ ഈ സോളാർ പാനലിൽ നിന്നാണ് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 10-50 ആൾക്കൊക്കെ ഒരു ചെറിയ തോതിലുള്ള പാർട്ടിയൊക്കെ നടത്താനൊക്കെ അത്രയും സൗകര്യമുള്ള ഒരു സ്പേസാണിത്. ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് സെർവ് ചെയ്യാനുള്ള, അതൊക്കെ വെക്കാനുള്ള സൗകര്യമുള്ള സ്റ്റാൻഡൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാചകം, വാഷിംഗ്, ഡ്രൈയിങ് എന്നിവയ്ക്കുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഇപ്പൊ നമ്മൾ ഓരോ റൂമിലും കയറുമ്പോൾ നേരിയ ഒരു സുഗന്ധം, അത് നമുക്കൊരു വലിയൊരു അട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ കയറിയ എല്ലാ റൂമിലും, അതുപോലെ സെൻട്രൽ ഹാളായാലും മുകളിലത്തെ സിറ്റ് ഔട്ട് ആയാലും എവിടെയായാലും ഈ സുഗന്ധം, നേരിയ ഒരു സുഗന്ധം എല്ലായിടത്തും ഇങ്ങനെ ചൊരിയുന്നുണ്ട്. തേക്കിൽ നിർമ്മിച്ച കട്ടിലാണ്. ഇതിന്റെ ഒരു തിക്നെസ് കണ്ടോ, ഭയങ്കര. ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കാൻ പോലും ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ പറ്റാത്ത അത്രയും വെയിറ്റ് ഉള്ള നല്ല കട്ടില്, നല്ല പതപതപ്പുള്ള ബെഡ്, സൂപ്പറാണ്. കിഴക്ക് ഭാഗത്തേക്ക് വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സിറ്റ് ഔട്ട്, നല്ല വിസ്താരമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കാണാം. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് പല സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനും, അതുപോലെ നമ്മളിപ്പോ ഒരു യാത്ര കഴിഞ്ഞ് ആ ലഗേജ് ഒക്കെ അങ്ങനെ തന്നെ വെക്കാൻ പറ്റുന്ന അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരകൾ, തേക്ക് കൊണ്ട് നിർമ്മിച്ച അലമാര നമുക്ക് ഇവിടെ കാണാം. നമ്മളൊരു 4 സ്റ്റാർ 5 സ്റ്റാറിൽ പോയ ആ നിലവാരമുള്ള അത്രയും സൂപ്പറാണ്. ഇത് കുളിക്കുന്നതിനുള്ള സ്പേസ് ആണിത്. ഇത് കണ്ടോ, ഇത് ഗ്ലാസ് കൊണ്ട് വേർതിരിച്ചിരിക്കുകയാണ്. സൂപ്പർ. ഡ്രൈ, വെറ്റ് ഏരിയകൾ വേർതിരിച്ചുകൊണ്ട് വാഷ്റൂമുകൾക്ക് അന്താരാഷ്ട്ര നിലവാരം നിലനിർത്തിയിട്ടുണ്ട്.
കമനീയത ഒട്ടും ചോരാതെ ഫലപ്രാപ്തിയിലെത്തിച്ച റൂം ഡിസൈൻ. ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മോൾ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം, നമ്മുടെ ടോട്ടൽ 4ാമത്തെ ബെഡ്റൂം. ഈ പ്രൊഫൈൽ ലാമ്പ് റൂമിനെ അതിമനോഹരമാക്കുന്നുണ്ട്. ഈ എല്ലാ മുറികളും എയർ കണ്ടീഷൻഡ് ആണ്. നല്ല വിസ്താരം, നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈസിയായി നടന്നു പോകാനുള്ള അത്രയും സൗകര്യമുള്ള വലിയ റൂമുകളാണ്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ താഴെയുള്ള അതേപോലെ തന്നെ അതേ സ്റ്റാൻഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തേക്ക് കൊണ്ടുള്ള സ്റ്റാൻഡാണ്. ഒരു വാഷ്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും കിഴക്ക് ഭാഗത്താണ് ബാൽക്കണി ഉള്ളത്. ഇത് ഒരു പാസേജ് പോലെ കുറച്ച് നീളത്തിലുള്ള ബാൽക്കണിയാണ്. ഒരു 5-6 പേർക്ക് വർത്തമാനം പറയാനും ഒക്കെയുള്ള നല്ല സൗകര്യമുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. കാനഡയിൽ ജോലി ചെയ്യുന്ന പ്രവാസിയായ ഇസ്മായിൽ CK, സെറീന ഇസ്മായിൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.